ഹായ് വെൽക്കം എവരി വൺ പൈത്തൺ പ്രോഗ്രാമിംഗ് പ്രാക്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിംഗ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻപുട്ടായിട്ട് സപ്പോസ് ഒരു സെൻറ്റൻസ് കുറച്ച് വേർഡ്സുകൾ വരുന്ന സെൻറ്റൻസ് ആണ് തരുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇൻപുട്ടായിട്ട് ഹലോ വെൽക്കം എവരി വൺ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സാമ്പിൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇതിൽ വരുന്ന വേർഡ്സ് എല്ലാം റിവേഴ്സ് ഓർഡറിൽ വരണം. അതായത് സ്ട്രിങ് ഫുള്ളി റിവേഴ്സ് ആക്കുക എന്നുള്ളതല്ല. അതായത് ലാസ്റ്റ് വരുന്ന വേർഡ് ഫസ്റ്റ്, സെക്കൻഡ് ലാസ്റ്റ് വരുന്നത് സെക്കൻഡ്, സോ ആൻഡ് സോ ഫോർത്ത്, ആ രീതിയിൽ. അപ്പം ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് 3 വേർഡ്സ് ആണുള്ളത്. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആദ്യം എവരി വൺ എന്ന് പറയുന്ന ആദ്യം വരണം. പിന്നെ 3 വേർഡ്സ് വരുന്നതായതുകൊണ്ട് സെൻട്രലിൽ നമുക്ക് വെൽക്കം എന്ന് പറയുന്നത് വരും. ദെൻ ലാസ്റ്റ് ഹലോ എന്ന് പറയുന്ന വേർഡും വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ 5 വേർഡ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു വേർഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ലാസ്റ്റ് വരുന്ന വേർഡായിരിക്കും നമുക്ക് ഫസ്റ്റ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് റിക്വയർമെൻറ്റ്. ഇനി ഇതെങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം. സോ നമുക്ക് നമ്മുടെ കോഡിംഗ് എഡിറ്ററിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻപുട്ട് ഞാനൊരു വേരിയബിളിൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഹലോ വെൽക്കം എവരി വൺ എന്ന് പറഞ്ഞ് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റിവേഴ്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിനെ തിരിച്ച് എടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഡ്സ് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലോജിക് അങ്ങനെയായിരിക്കണം അല്ലേ? നമ്മുടെ ലോജിക് ഒന്ന് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അതായത് നമുക്ക് സ്പേസ് വെച്ചിട്ടായിരിക്കും നമ്മുടെ സ്പ്ലിറ്റിംഗ് വരുന്നത്. ഡിഫറെൻറ്റ് വേർഡ്സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അതൊരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഹലോ വെൽക്കം ദെൻ എവരി വൺ, ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഫോർ ദാറ്റ് നമുക്കിത് റിവേഴ്സ് ഓർഡറിലാണ് വരേണ്ടത്. അതുകൊണ്ട് ഈ ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്ത ശേഷം തിരിച്ച് അതിനെ കമ്പൈൻ ചെയ്താൽ മതിയാകും. അപ്പോൾ ലിസ്റ്റിനെ തിരിച്ച് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ആദ്യം വരേണ്ടത് എവരി വൺ എന്ന് പറയുന്നതായിരിക്കും ആദ്യം വരേണ്ടത്. രണ്ടാമത് വെൽക്കം എന്ന് പറയുന്നതായിരിക്കും രണ്ടാമത് വരേണ്ടത്. ലാസ്റ്റ് വരേണ്ടത് ഹലോ എന്ന് പറയുന്നതായിരിക്കും നമുക്ക് വരേണ്ടത്. ഇപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ലിസ്റ്റ് റിവേഴ്സിങ് ആയി. അപ്പോൾ ആദ്യം വരുന്ന ഓപ്പറേഷൻ സ്പ്ലിറ്റിംഗ് ഓപ്പറേഷൻ, അതിനുശേഷം റിവേഴ്സൽ ഓപ്പറേഷൻ, അതിനുശേഷം നാച്ചുറലി നമുക്ക് ഈ വേർഡ്സിനെ ജോയിൻ ചെയ്യണം. ബട്ട് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് വെച്ചിട്ടായിരിക്കണം ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ജോയിൻ വിത്ത് സ്പേസ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫങ്ഷൻസും ഈസി ടു ഡു തിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സ്പ്ലിറ്റിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊരു ടെക്സ്റ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അതിന് വേണ്ടിയിട്ട് ഡോട്ട് സ്പ്ലിറ്റ് ഫങ്ഷൻ ബിൽറ്റ് ഇൻ ഫങ്ഷൻ ലിസ്റ്റിലുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് വെച്ചിട്ടാണ്. സോ നമുക്കത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് തിരിച്ച് ലിസ്റ്റായിട്ട് തന്നെ അതിനെ തിരിച്ച് തരുന്നുണ്ട്. അപ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടി. സോ നമുക്കിനി ഒരു ലിസ്റ്റായിട്ട് ഇതിനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം, സ്ട്രിങ്ങിനെയും ലിസ്റ്റിനെയും എല്ലാം റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും ലീവ് ചെയ്തിട്ട് ശേഷം സ്റ്റെപ്പ് വാല്യൂ മാത്രം -1 കൊടുത്താൽ മതിയാകും. അപ്പോൾ നേരെ തിരിച്ച് വരും. ഓക്കെ, സോ ഇത് നമുക്ക് നമ്മുടെ ഒരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ടായിട്ട് സ്റ്റോർ ചെയ്യാം. RES1 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്നു, RES1. സോ RES1ൽ തിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത വേർഡ്സ് ലിസ്റ്റായിട്ട് ഇൻ റിവേഴ്സ് ഓർഡറിൽ നമുക്കുണ്ട്. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ജോയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനൊരു സിംഗിൾ സ്പേസ് കൊടുക്കുന്നു. അതിനുശേഷം ജോയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ തിരിച്ച് കിട്ടിയ ഈ വേർഡ്സ് കൊടുക്കുന്നു.
സോ നമുക്ക് ഇൻപുട്ട് ഈ രീതിയിൽ തന്നെ തിരിച്ച് കിട്ടുന്നതായിരിക്കും. നമുക്കിത് വേണമെങ്കിൽ വേറൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിനെ പ്രിൻ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, സോ ഇത് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും കൂടെ ഒരുമിച്ചാക്കാം. സോ ഒരുമിച്ചാക്കാനായിട്ട് നമുക്കിവിടെ ജോയിൻ ചെയ്യുന്ന ഓപ്പറേഷൻ ഈ ഒരു ലൈനിൽ തന്നെ ചെയ്യാം. സോ RES1 തന്നെ നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ട്. സോ നമ്മളിവിടെ RES1 പ്രിൻ്റ് ചെയ്താൽ മതിയാകും. ഈ രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും.